ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ചൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു ഹാള് പോലെ ആയിട്ടാണ്. ഞാൻ കിച്ചണിലേക്ക് കുറച്ച് എല്ലാം ഒന്നിച്ച് വാങ്ങിച്ചല്ല, നമ്മൾ ഒന്ന് നാട്ടിൽ പോയ സമയത്തും അതേപോലെ തന്നെ ഇവിടുന്ന് മുംബൈയിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഏകദേശം എല്ലാത്തിൻ്റെയും റേറ്റ്. ചിലത് മാത്രം എനിക്ക് ഓർമ്മയില്ല, ഏകദേശം അറിയുന്നതിൻ്റെ ഒക്കെ റേറ്റും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം പാത്രങ്ങളുണ്ട്, അതേ പാനുണ്ട്, മൺചട്ടി, അതേപോലെ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ്, കപ്പ് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് വാങ്ങിച്ചതല്ല, ചിലതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതേപോലെ ചിലത് ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഇവിടെ ബദ്ലാപൂർ ആണെന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഡിമാർട്ട് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം ആവാറായി. പക്ഷേ ഞങ്ങൾ ശരിക്കും മുംബൈയിൽ കൊളാബയിലാണ്. അപ്പോൾ അവിടെയുള്ള ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒന്നും കിട്ടൂലായിരുന്നു. പക്ഷെ ഇവിടെ ഡിമാർട്ടിൽ നോക്കിയ ശേഷം അത്യാവശ്യം കുറേ ഐറ്റംസ് അവിടെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വെറുതെ പോയി ഇങ്ങനെ നോക്കുമ്പോൾ വാങ്ങിച്ചു പോകും. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ അധികം പാത്രങ്ങളും കാണുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ, ഇതെങ്ങനെ ഉണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ എന്നാണ് ആദ്യം ചിന്തിക്കുക. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ, എന്നാലും വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കലാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കേക്ക് ഫസ്റ്റ് ഐറ്റം ഞാൻ കാണിക്കുന്ന കേക്കിൻ്റെ ടിന്നാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ടിന്നാണ് കേട്ടോ. ഇതേപോലത്തെ ഇത് ഏകദേശം 7 ഇഞ്ചും ഇത് 9 ഇഞ്ചുമായിട്ടുള്ള 2 ടിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു 11 ഇഞ്ചോ അങ്ങനെ 12 ഇഞ്ചോ അങ്ങനത്തെ എത്രയോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 3 ഒന്നിച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, പിന്നെ 2 എണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത്ര ആവശ്യമുള്ളൂ. ഞാൻ അധികം അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. കാരണം ഇവിടെ ഞങ്ങൾ 2 ആളേ ഉള്ളൂ, അധികം കഴിക്കാനും ആൾക്കാരില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ 2 ടിന്നാണ് വാങ്ങിച്ചത്. ഇതിന് രണ്ടിനും കൂടി 350 റുപ്പീസായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊന്നും അല്ല. കൊളാബയിൽ ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുംബൈയിൽ. ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഒരു മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഓരോന്നിനായിട്ട് ഓരോരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ പാത്രങ്ങളൊരു സെക്ഷൻ ആണെങ്കിൽ ഒരു 10-50 ഷോപ്പ് പാത്രത്തിൻ്റെ മാത്രമായിട്ടുണ്ടാവും. ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റത്തിനായിട്ടും ഓരോ ഏരിയ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടാൽ ശരിക്കും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പാടാം. നമുക്കറിയില്ല എങ്ങോട്ടാണ് പോയത് ഒന്നും. പക്ഷേ പാത്രത്തിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് സെക്ഷന് ഇപ്പോൾ കുറേ പ്രാവശ്യം പോയതുകൊണ്ട് അവിടെ ഇതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ റേറ്റ് കുറവുള്ള സ്ഥലമൊന്നും അല്ല. നമുക്കറിയാം ഇപ്പോൾ മുംബൈയിലൊക്കെ കുറേ നല്ല റേറ്റ് കുറവിനൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അത് മുഹമ്മദ് അലി റോഡ് അങ്ങനത്തെ കുറേ വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുറച്ച് കുറവിന് കിട്ടും. പക്ഷെ ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ടാവും. ഷോപ്പിലൊക്കെ കിട്ടുന്ന അതൊരു റേറ്റ് തന്നെ കുറച്ച് കുറവുണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ്, ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് അവിടെ സെല് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അധികം അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു. കൊളാബയിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഡ്രസ്സുകളാണെങ്കിലും നല്ല ബ്രാൻഡഡ് ഐറ്റം ഉള്ളതും നല്ല ഐറ്റംസ് ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഇത് 2 ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 2നും കൂടി 50 റുപ്പീസാണ് കേട്ടോ. 3 എണ്ണത്തിനും കൂടി 500, 550 ഇട്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞു. 550, 600 ഇട്ടു. പിന്നെ വിചാരിച്ചു എന്തായാലും 2 മതി എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം എന്നുള്ളത്. നെക്സ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ പാത്രം ഇത് സെറാമിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. 200 രൂപയാണ് ഈ ഒരു പാത്രത്തിനായത്. പക്ഷേ ഇത് എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് ഒരു ദിവസം എഗ്ഗ് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഉള്ള ബൊറോട്ട പാത്രത്തിൽ വേറെ ഐറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ടായിരുന്നു ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബീറ്റ് എടുത്തപ്പോൾ ഇതിൻ്റെ കോട്ടിങ് ജസ്റ്റ് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ സെറാമിക്കിന് ഇതിന് മുന്നേ 1-2 എൻ്റെ അടുത്തുള്ളത് വെച്ച് യൂസ് ചെയ്തപ്പോൾ തീരെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലേറ്റിൻ്റെ സെറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ ഡിന്നർ സെറ്റ് അതെന്നുള്ളത്. പക്ഷേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ കോട്ടിങ് ജസ്റ്റ് ഒന്ന് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നണില്ല. 200 രൂപക്കാണ് ഞാൻ ഈ പാത്രം വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് 2ാമത്തെ ഐറ്റം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കുക്കി കട്ടേഴ്സാണ്. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കുക്കി കട്ടർ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇളനീർ പുഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 6 കുക്കീസാണ്. കുക്കി കട്ടേഴ്സാണിത്. നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്യാൻ ഓരോ ഷേപ്പിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് 6 എണ്ണത്തിന് 39 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇത് വാങ്ങിച്ചത് ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ. ഡിമാർട്ടിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കിട്ടും. പക്ഷെ ക്വാളിറ്റി ചോദിക്കുകയാണെങ്കിൽ ചിലതൊക്കെ നല്ലതാണ്, ചിലതൊന്നും എനിക്ക് അങ്ങനെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ 39 രൂപ കാരണം കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു റീസണബിൾ എമൗണ്ട് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്
എന്ന് പറയുന്നത് ഈ 2 ഗ്ലാസ്സാണ്. ഞാനൊരു മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാന്നൊക്കെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ്. ഇതിപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ്, കുറച്ച് നല്ല ഷേപ്പിലുള്ളത്. ഞാൻ എന്തെങ്കിലും നമ്മൾ വീഡിയോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ തമ്മിലിനൊക്കെ നല്ല അത്യാവശ്യം നല്ല രസമുള്ളതാണല്ലോ വേണ്ടത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇതിന് ഒന്നിന് ഏകദേശം 59 അങ്ങനെ എന്തോ ആണ് റേറ്റ്. അപ്പോൾ ഇത് ഓർമ്മയില്ല, ഇത് കുറച്ചായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മറ്റേ ഗ്ലാസ്സിൻ്റെയൊക്കെ ചോദിച്ചപ്പോൾ ഉള്ളത് വേറെ ഗ്ലാസ്സും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വീഡിയോയിലും ഒരു പായസത്തിൻ്റെ വീഡിയോ ഇട്ടതിൽ ഞാൻ ഇതിലായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും ഡിമാർട്ടിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം കാണിച്ചു തരാം. നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒരു 3 പ്ലേറ്റുകളാണ്. ഇത് യെല്ലോ കളറിലുള്ള, ഇവിടെ സോസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് എന്തെങ്കിലും കട്ട്ലറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസോ മീൻ പൊരിച്ചതോ എന്താണെങ്കിലും ഇതേപോലെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊന്നിനും ഇതുവരെ യൂസ് ചെയ്തില്ല, ഈ 2 പ്ലേറ്റും. ഇത് ഞാൻ തേങ്ങാമുറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, കാണാത്ത ആൾക്കാർ കാണും കേട്ടോ. അപ്പോൾ അതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടാറ്റോ യൂസ് ചെയ്യാത്ത തേങ്ങാമുറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിന് 99 റുപ്പീസാണ് കേട്ടോ, 100 രൂപയാണ് ഈ ഒരു പ്ലേറ്റിന്. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊരു കോൺട്രാസ്റ്റ് ഉള്ള നല്ലതാണ്. ഞങ്ങൾ ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ വീഡിയോ തംബ്നെയിലൊക്കെ വരുമ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ്, ഇപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ വരുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വാങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇതേപോലത്തെ ഒരു വൈറ്റ് പ്ലേറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 സോസും ചട്നി അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റും. പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഫുള്ളായിട്ട് പൊരിക്കുകയാണെങ്കിലൊക്കെ ഇതിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇതിന് 149 റുപ്പീസാണ് ഒരു പ്ലേറ്റിന് കേട്ടോ. അതേപോലത്തെ ഒരു പ്ലേറ്റാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇട്ട പറാട്ടൻ്റെ റെസിപ്പിയിൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റൊക്കെ ഉള്ള അങ്ങനത്തെ ചപ്പാത്തിയും അതേപോലെ പത്തിരിയൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ ബ്ലാക്ക് പ്ലേറ്റ് ആകുമ്പോൾ. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ വീഡിയോക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആണെങ്കിലും അതേപോലെ പ്രഷർ കുക്കർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ നോർമൽ യൂസിന് എടുക്കാറില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ അധികം അങ്ങനെ നാശമായി പോകാറില്ല. ഇതിനും 149 റുപ്പീസാണ്. ഇതിനും വൈറ്റ് പ്ലേറ്റിന് 149 ആണ്, മറ്റേതിന് 99 റുപ്പീസും ആണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 2 മൺചട്ടിയാണ്. ഞാൻ മൺചട്ടി മെഴുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എത്രയാണ് റേറ്റ്, എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതിന് 60 രൂപയും ഈ വലിയ ചട്ടിക്ക് 80 രൂപയാണ് കേട്ടോ. ഇത് നമ്മൾ നോർമൽ ഇത് തന്നെ ചെറിയ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം. നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ 2 ആൾക്കാർക്ക് ആകുമ്പോൾ കറി കുറച്ചൊക്കെ മതിയല്ലോ. അപ്പോൾ ഇതിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ മീൻ കറി ആണെങ്കിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചിങ്ങനെ കട്ടി നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇങ്ങനെ തട്ടിയൊക്കെ നോക്കുമ്പോൾ വേറൊരു രീതിയിലുള്ള പോലെ തോന്നുന്നത്, നല്ലതായിരിക്കും തോന്നുന്നുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് 80 രൂപയും ഇതിന് 60 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നാട്ടിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ടായിരുന്നു. ഞാൻ അധികവും ഇതിൻ്റെ ഉള്ളിലും തുണി വെക്കും. എന്നിട്ട് നമ്മൾ ഡ്രസ്സിന് ഒന്ന് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ തുണി കൊണ്ടോ പൊതിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഇടയിലാക്കിയിട്ടാണ് മൺചട്ടികൾ വെക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഒന്നിച്ച് വെക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടാതെ തന്നെ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു നോസിലിൻ്റെ സെറ്റാണ്. ഞാൻ ഓൾറെഡി ഒരു നോസിലിൻ്റെ സെറ്റ് വാങ്ങിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് 450 രൂപയാണ് ഈ ഒരു ബോക്സിന്. പക്ഷേ ഇതിൻ്റെ കാര്യം നോസിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതുമാണ്. കണ്ടില്ലേ, ലീഫാണെങ്കിലും നമ്മൾ ഫ്ലവർ അതേപോലെ തന്നെ ഓപ്പൺ സ്റ്റാർ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ഇതും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വലിയ വലുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ കുറേ നോസിൽസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 32 നോസിലാട്ടോ ഇതിലുള്ളത്. അപ്പോൾ 32 നോസിലുണ്ട്. അപ്പോൾ വലിയ വലുപ്പത്തിലുള്ളതുണ്ട്, കുറേ സ്റ്റാറും ഉണ്ട്. ഞാൻ ആദ്യം വാങ്ങിച്ചത് ഏകദേശം ഡിസൈനൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇതിന് 450 രൂപയാണ് കൊടുത്തത്. ഇത് ക്രോഫോർഡ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ല, ആ കേക്കിൻ്റെ ടിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെയായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും അതേപോലെ ഈ മെഷറിംഗ് കപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു പാനാണ്.
ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള പാനല്ലേ. ഇത് സംഭവം ബ്രാൻഡഡിൻ്റെ അല്ല, ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ ഇത് എവിടെ നിന്ന് അറിയാം, ഇവിടെ അടുത്തൊരു മോളുണ്ട്. അപ്പോൾ ആ ഒരു മോളിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഇഷ്ടമായി. കാരണം ഇത്ര കളർഫുൾ ആയിട്ടുള്ള നമുക്ക് കിട്ടാറില്ലല്ലോ ഇവിടെയുള്ള ബ്രാൻഡഡിൻ്റെ ഐറ്റംസ്. പ്രസ്റ്റീജ് ആണെങ്കിലും അങ്ങനത്തെ ഓരോന്ന് നോക്കുകയാണെങ്കിലും അത് ഇങ്ങനത്തെ കളർഫുൾ ഐറ്റംസ് കിട്ടുന്ന കുറവാണ്. അപ്പോൾ വിചാരിച്ചു വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമല്ലോ കാണാനെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അറിയാത്തതുകൊണ്ട് സൂക്ഷിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോയിൽ മാത്രം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് 500 രൂപയായിരുന്നു കേട്ടോ, 499 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇനി പിന്നെ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ പോപ്സിക്കിളിൻ്റെ ഇതാണ്. ഇത് ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതും യൂസ് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഉള്ളൂ, ഇനി യൂസ് ചെയ്യണം. ഇതിൻ്റെ റേറ്റും ഞാൻ മറന്നുപോയി, കാരണം ഇതിൻ്റെ കവറിലുണ്ടായിട്ടുണ്ടാവും. റേറ്റൊന്നും അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഒരു റീസണബിൾ ആണെന്ന് തോന്നിയാൽ തന്നെ വാങ്ങിക്കാറുള്ളൂ, പക്ഷെ പിന്നെ മറന്നുപോകും എത്രയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പോപ്സിക്കിളിൻ്റെതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ല. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് പുതിയത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല, തുറന്നിട്ട് തന്നെ ഇല്ല, അവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഒരു ചായൻ്റെ നമ്മൾ തിളപ്പിക്കാനൊക്കെ ഉള്ള പാനാണ്. എൻ്റെ 2 ഉണ്ടായിരുന്നു, ഒന്നിൽ നാശമായിപ്പോയി, അടിയിലൊക്കെ ഒന്ന് അടി പിടിച്ചപ്പോൾ കുറേ നോക്കി വിനെഗറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുതിയൊരു പാന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെയാണ്, ഞാൻ പറഞ്ഞില്ല അധികം പ്രസ്റ്റീജിൻ്റെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അത്യാവശ്യം കുറേ ദിവസക്കാലം നിൽക്കും കേടാവാതെ. അപ്പോൾ പ്രസ്റ്റീജാണ് പ്രിഫർ ചെയ്യാറ്. ഇത് നല്ല 1.5 ലിറ്ററാണ് കേട്ടോ ഈ പാനിന്. അപ്പോൾ ഇത് വാങ്ങിച്ചത് ഓഫറിലാണ്, സോറി ഓക്കെ എല്ലാം തുറന്നിട്ട് തന്നെ ഇല്ല, അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫറിനാണ് വാങ്ങിച്ചത്. ശരിക്കും ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 1010 ആണ്, പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 704 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ, കണ്ടില്ല 1.5 ലിറ്ററാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. മിൽക്ക് പാനും തന്നെയാണ് കേട്ടോ, ഇത് മിൽക്ക് പാനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 1 ലിറ്റർ, ഞങ്ങൾ അധികം ഇവിടെ 1 ലിറ്റർ പാലാണ് മാക്സിമം അങ്ങനെ യൂസ് ചെയ്യാറ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റാണല്ലോ. അപ്പോൾ ഇതിന് മൂടിയും ഉണ്ട്, കറക്റ്റായിട്ടുള്ള മൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു ഐറ്റം, നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്കിത് തൊട്ട് നോക്കിയിട്ടൊക്കെ തോന്നിയത്. ഇനിയിപ്പോൾ യൂസ് ചെയ്യണം, യൂസ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ റിവ്യൂ പറയാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഐറ്റം ഇത് ഞങ്ങൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. എന്തായാലും ഹോൾ ചെയ്യുന്നതുകൊണ്ട് പുതിയതായിട്ട് വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചെന്നുള്ളൂ. ഇതൊരു കപ്പ് ആൻഡ് സോസറിൻ്റെ ഇതേപോലത്തെ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ സെപ്പറേറ്റ് വാങ്ങിയതായിട്ട്, പക്ഷേ നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ പ്ലേറ്റ്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റ് ഡിന്നർ സെറ്റാണ്. ഇതിൻ്റെ എല്ലാം ഉണ്ട്, ഇതും ചെറിയ പാത്രവും അതേപോലെ ബൗളും ഒക്കെ ഒന്നിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഇതിപ്പോൾ കുറേ കാലമായി യൂസ് ചെയ്യുന്നത്, ഡെയിലി യൂസ് ആണല്ലോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ ഡെയിലി യൂസിന് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് കളർ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പോയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞില്ലേ, അപ്പോൾ അത് എന്നിട്ടും അപ്പോൾ അതേപോലത്തെ ഒരു ഡിസൈനിലായിരുന്നു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതിന് മാച്ചിങ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ ഇതേപോലത്തെ ഒരു കപ്പും സോസറും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കപ്പും ഉണ്ട്. ഇത് അതിൻ്റെ അത്ര ക്വാളിറ്റിയൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണെന്നുള്ളൂ. പക്ഷെ കാണാൻ അതിനൊരു മാച്ചിങ് ആയതുകൊണ്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് 6 കപ്പും സോസറും. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ അറിയാം, നമ്മളൊക്കെ കുറേ ചായ കുടിക്കുമല്ലോ, ഇത്തിരി ചായ കുടിക്കുള്ളൂ, ചെറിയ ഗ്ലാസ് മതി, ഇതിനേക്കാളും ചെറിയ ഗ്ലാസ് ആണെങ്കിലും മതി. എന്നാലും നമ്മൾ ചായ കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം കൊടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത്ര വലുപ്പത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനേക്കാളും ചെറിയ ഗ്ലാസ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ഇവിടെ കണ്ട് ഞങ്ങൾ ഇഷ്ടമായപ്പോൾ ഒന്ന് ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെടുന്ന ഐറ്റം പിന്നെ തപ്പി നോക്കുമ്പോൾ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ്, ഇതിൻ്റെ റേറ്റും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 799 ആണ്. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മാങ്ങ ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ആയിരുന്നു ഇത്. ഇതിപ്പോൾ എവിടുന്നാണ് വാങ്ങിച്ചത്, എവിടുന്ന അങ്ങനെ എത്രയാണെന്നുള്ളതൊക്കെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഇതിപ്പോൾ പക്ഷേ ഞങ്ങൾ ഇവിടുന്നല്ല വാങ്ങിച്ചത്, ഇത് കാക്കൻ്റെ അത് ഉപ്പ, അതായത് ബാച്ചിന്നാണ് ഞങ്ങൾ വിളിക്കട്ടോ, ബാച്ചി കൊണ്ടുവന്നാണ് ഗൾഫിൽ നിന്ന്, അജ്മാനിലാണ് ബാച്ചി. അപ്പോൾ അവിടുന്ന് എവിടുന്നാണ് വാങ്ങിയതെന്നൊന്നും അറിയില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ 2 ഗ്ലാസ് ആയിട്ട് കൊണ്ടുവന്നായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോയിലൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ തംബ്നെയിലിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ്സാണ്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഏകദേശം ഒരു പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഹോളായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.